ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുബി. അങ്ങനെ ഞാനൊരു ബനാന ഡേ ആക്കി കേട്ടോ. ഇന്ന് പഴം നിറച്ചതും പിന്നെ ഉന്നക്കായി ആക്കാന്നാട്ടോ വിചാരിച്ചത്. ഇവിടെ പഴം കിട്ടാൻ നല്ല പണി കിട്ടും സമയത്ത് നമ്മൾ നല്ല മുതലാക്കുകയും ചെയ്യും. അങ്ങനെ ബനാന കിട്ടിയ സമയത്ത് പഴം നിറച്ചതും ഉന്നക്കായി ഒക്കെ ആക്കാന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ അതിലേക്ക് വേണ്ട നിറക്കിലൊക്കെ നിറച്ച് പിന്നെ പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി ചെമ്പിലാട്ടോ വെച്ചത്. അങ്ങനെ അത് വേവിച്ചതിന് ശേഷം നല്ലോണം വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു വേവേ വേവിച്ചിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ ശേഷം അതൊക്കെ ഓരോന്നും ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണല്ലോ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാൽ നടുവിൽ വരുന്ന ബ്ലാക്ക് അതൊക്കെ പോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സീഡ് പോലുള്ള അത് പോക്കി. പിന്നെ പുട്ടൊക്കെ കുറച്ച് നനച്ച് വെച്ച് പിന്നെ ഫിഷ് കറി ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം മോള് ഉള്ള കളിയായിരുന്നേ. മോള് ഭയങ്കര കുറച്ച് നേരമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കുറേ നേരമൊക്കെ കളിച്ച് പിന്നെ അവൾക്ക് ഓളെ മെയിൻ സാധനമൊക്കെ ഓർമ്മ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഇല്ലല്ലോ പൊന്നെ. പറഞ്ഞില്ലേ ഗുഡ് ഗേൾ ആവുന്നു? എന്തിനാ കരീണേ? കരീണത് സങ്കടം ഉണ്ടോ? ഇവിടെ ഇല്ലാത്തോണ്ടല്ലോ പൊന്നെ. നമ്മ പപ്പനോട് പറഞ്ഞിട്ട് ന്യൂ വാങ്ങിത്തരേ. എന്ത് മതി? വണ്ണോ? അതിനിവിടെ വണ്ണ് പോയിട്ട് 0 ആണുള്ളത്. പിന്നെ എങ്ങനെ തരാ? ഇവിടെ കാണില്ലല്ലോ. എന്നിട്ട് എന്താ വേണ്ടത്? കണ്ട് മമ്മ മൂവ് കണ്ട്. ഇനി എന്താ വേണ്ടിയേ? അതിന് ശേഷം മോളെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ബാക്കിയുള്ള പണിക്കൊക്കെ നിന്നിട്ടോ. പിന്നെ ഉന്നക്കായി ആക്കാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നത്, കുറേ സമയം എടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ കുറേ സമയം എടുക്കുന്നുണ്ട് കേട്ടോ നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നടക്കുന്ന പണിയല്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് 1-2 അങ്ങനെ മോഡലൊക്കെ ആക്കിയിട്ടോ. അതിന് ശേഷം നമ്മൾ മിക്സാക്കി, ഒന്നാകണ്ട് മിക്സാക്കി. അപ്പോൾ പെട്ടെന്ന് ആക്കിയെടുക്കാനും കഴിയും, നല്ല സ്മോളായിട്ട് കിട്ടും. മറ്റേ നല്ല വലുതാവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുട്ടുപിൻ്റെ പണിക്ക് നിന്നു കേട്ടോ. തേങ്ങ ഇട്ടു പൊടി ഇട്ടു അങ്ങനെ അത് അറിയുന്നവരെ അങ്ങനെ ഒരു കളി കളിച്ച്. അതിന് ശേഷം അത് സെറ്റാക്കിയതിന് ശേഷം ഞാനത് അടുപ്പത്ത് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊരിക്കടികളൊക്കെ ആവശ്യത്തിലുള്ള പിന്നെ ഇന്നലെ ആക്കിയത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പൊരിച്ച് പിന്നെ പഴം നിറയ്ക്കാൻ വേണ്ടി കുറച്ച് ഞാൻ നെയ്യിലാട്ടോ ആക്കിയെടുത്തത്. അപ്പോൾ അത് ഈ എണ്ണ വേണ്ടിയില്ല, നെയ്യിലാകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും കിട്ടുമല്ലോ. അങ്ങനെ അതൊക്കെ ആക്കി. ഇതൊക്കെ ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. പുട്ടുണ്ടായിരുന്നു, ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെ കട്ട്ലേറ്റ്, ഉന്നക്കായി, പഴം നിറച്ചത്, ഈത്തപ്പഴം, ചിക്കൻ പൊരിച്ചത്.